പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് 31 പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞായറാഴ്ചയാണ്. ഒരു കുഞ്ഞുമീൻ കടലിൽ കിടന്നുകൊണ്ട് അമ്മ മീനോട് ചോദിക്കുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അമ്മ, എനിക്ക് കടൽ കാണണം. അമ്മ പറയും, മോനെ, നമ്മൾ കടലിൻ്റെ ഉള്ളിലാണ്. കുഞ്ഞുമീൻ അത് പറ്റില്ല, എനിക്ക് ഈ കടൽ മുഴുവൻ കാണണം. മോനെ, അത് പറ്റില്ല, നമ്മൾ ഈ കടലിൻ്റെ ഉള്ളിലായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എവിടെയായിരിക്കുന്നോ ആ ഒരു ഭാഗം, ആ കടലിൻ്റെ ആ ഒരു ഭാഗം കാണാനും അനുഭവിക്കാനും മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇത്ര വലിയൊരു മഹാസമുദ്രത്തിൻ്റെ ഉള്ളിൽ ഏതോ ഒരു കോണിൽ കിടക്കുന്ന നമുക്ക് ഈ സമുദ്രം മുഴുവൻ കാണാനും അനുഭവിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. അതിന് ശാഠ്യം പിടിച്ചിട്ട് കാര്യമില്ല. തൃത്വത്തെക്കുറിച്ച് ഇതേ പറയാനുള്ളൂ. ഒന്നുമില്ല, ഒന്നും പറയാനായിട്ടില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ഈ മഹാസമുദ്രം പോലെയുള്ളൊരിടത്ത് ഒരു ചെറിയ പരൽമീൻ പോലെയുള്ള മനുഷ്യർ എങ്ങനെയാണ് അതിൽ നമ്മുടെ ബുദ്ധിയിൽ ഇങ്ങനെ ഒരു തൃത്വത്തെ ഒതുക്കാൻ പറ്റണേ? ഒന്നും പറയാനില്ല. എങ്കിലും ഈ തൃത്വം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന എല്ലാവരും പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും ഒരേപോലെ ആയിരിക്കുന്ന ഒരു കൂട്ടായ്മ. 3 പേര്, ഒരൊറ്റ ദൈവം, എല്ലാവരും ഒരുപോലെ. ആ ഒരു പിതാവെ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ അവരും സ്നേഹത്തിൽ ഒന്നായിരിക്കേണ്ടതിനെന്ന് പോലുമാണ് കർത്താവിൻ്റെ പ്രാർത്ഥന പോലും. അങ്ങനെ ആ ഒരു കൂട്ടായ്മ, ആ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, മറ്റുള്ളവരെ എന്നെപ്പോലെ തന്നെ പരിഗണിക്കുന്നതിനുള്ള ഓർമ്മപ്പെടുത്തലൊക്കെ ആയിട്ട് ഈ തൃത്വത്തിൻ്റെ തിരുനാൾ വരുമ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ഓർക്കുന്നുണ്ട്. തൻ്റെ മുന്നിലൂടെ ഒരു കുറ്റവാളിയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന നേരത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനായിരുന്നു അവൻ്റെ സ്ഥാനത്തെങ്കിൽ അവനേക്കാൾ മോശപ്പെട്ട സ്ഥിതിയിലായിരുന്നേനെ ഞാൻ. സ്വന്തം പോലെ ഇങ്ങനെ കരുതാണ്. കുറ്റവാളിയും ഞാനും തമ്മിലൊരു വ്യത്യാസമില്ല, ഞങ്ങൾ ഒരേ ആളുകളാണ്, ഒരേപോലുള്ള മനുഷ്യരാണ്, ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്. ഇങ്ങനെ ഒരുപോലെ കാണാനായിട്ടുള്ളൊരു മനസ്സ്. നമ്മുടെ വീട്ടിലുള്ളവരെ പോലും നമുക്കതുപോലെ കാണാൻ പറ്റാത്ത ഒരു കാലത്തിലാണ് തൃത്വം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, പിതാവെ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ. ഈ ഒരു അപ്പനിങ്ങനെ സ്നേഹത്തോടുകൂടി മക്കളെ ചേർത്ത് പിടിച്ച് അവരോട് വീട്ടിലെ കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടെ പരിഗണിച്ച് മക്കളിങ്ങനെ തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന സ്നേഹപൂർവ്വം സ്വീകരിച്ച് അവരുടെ അനുഗ്രഹം യാചിച്ച് ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുപോലെ പരസ്പരം പങ്കുവെച്ച് ഒരാളെയും താഴ്ത്തിക്കെട്ടാത്ത വിധത്തിൽ, ഒരു സംസാരവുമില്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹം ഇവിടെ നിറവേറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ എന്നെപ്പോലെ തന്നെ പരിഗണിക്കാനായിട്ടുള്ള സ്നേഹത്തിൻ്റെ തിരുനാളാണിത്. ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദർശന തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുന്നു എന്നറിയണം. 31 അതായത് എലിസബത്ത് എന്ന് പറയുന്ന വൃദ്ധയായിട്ടുള്ളൊരു സ്ത്രീയെ കാണാൻ പോകൊണ്ട് ഒരു ബാധ്യതയുമില്ല. ദൈവമാതാവായി അവരോധിക്കപ്പെട്ടതിൻ്റെ തൊട്ട് ശേഷമുള്ള ആദ്യത്തെ ഓട്ടമാണ് കാണുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ഇനി ഒന്നും ചെയ്യേണ്ടെന്നല്ല മാതാവ് വിചാരിക്കണേ. ആ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിൽ കയറുന്നതോടുകൂടെ, ആത്മാവ് അഭിഷേകമായി ഇങ്ങനെ ഉള്ളിൽ വരുന്നതോടുകൂടെ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. തന്നേക്കാൾ ആവശ്യമുള്ള തൻ്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് മലനിരകൾ താണ്ടി, പാറക്കല്ലുകൾ നിറഞ്ഞ പാതയോരങ്ങൾ താണ്ടി കിലോമീറ്ററുകളോളം ഈ ചെറിയ പെൺകുട്ടി ഓടുന്നതിൻ്റെ കാരണം, പിതാവേ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ എന്നുള്ള പ്രാർത്ഥന അവളുടെയും ഉള്ളിൽ നിറയുന്നത് കൊണ്ടായിരിക്കുമല്ലോ. കർത്താവെ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് ഈ ദിവസം വേറൊന്നുമല്ല, അങ്ങയുടെ അജ്ഞാതമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ള അത്യാഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥനയൊന്നുമില്ല ഞങ്ങൾക്ക്. അങ്ങയെ ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ചുരുളഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നുള്ള ശാഠ്യമൊന്നുമില്ല, നടക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ എളിമയോടുകൂടി നിൽക്കുകയാണ്. ആ ത്രിയേക ദൈവത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന വലിയ സ്നേഹത്തിൻ്റെ നിറവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ നിറയ്ക്കാനായിട്ട്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറയാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ ബന്ധങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ വിശുദ്ധമായ സ്നേഹം കൊണ്ട് ആശീർവദിക്കപ്പെടാനായിട്ട്. ആലോചിച്ച് നോക്കിയേ, ആ ഒരു സ്നേഹം നമ്മുടെ കുടുംബത്തെ മാറ്റിമറിക്കുന്നതിനെക്കുറിച്ച്. പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളില്ല, ചവിട്ടിത്താഴ്ത്തലുകളില്ല, വിധിവാചകങ്ങളില്ല, ചേർത്ത് പിടിക്കലുകൾ മാത്രം. ഇങ്ങനെ വലിയ സ്നേഹത്തോടുകൂടെയുള്ള ഉണർവ് നൽകുന്ന വാക്കുകൾ മാത്രം. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇങ്ങനെ ബദ്ധശ്രദ്ധരായിരിക്കുന്ന, പരസ്പരം ഇങ്ങനെ
ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സ്നേഹത്തോടുകൂടെ ശ്രദ്ധാലുക്കളായിരിക്കുന്ന മനുഷ്യർ. ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം ജീവിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അങ്ങ് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, അവിടുത്തെ ഈ വിശുദ്ധമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ ഈ മഹോത്സവത്തിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും നേരാണ്. പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നേരാണ്. ഇതുപോലെ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിൽ നിറച്ച് കൂടെയുള്ളവരുടെ മനസ്സ് മടുത്തുപോയ ജീവിതത്തിലേക്ക്, തളർന്നും ഒറ്റപ്പെട്ടും പോകുന്ന ജീവിതങ്ങളിലേക്ക് ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹവുമായി ഓടിച്ചെല്ലാനായി ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പരിചയക്കാരെ, ഞങ്ങളെ കണ്ടുമുട്ടുന്നവരെ ആ സ്നേഹത്തിൽ ഒന്നാക്കി തീർക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ വേറൊന്നും വേണ്ട കർത്താവെ, ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രം ഞങ്ങളെ ആശീർവദിച്ചാൽ മതി എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ നമുക്ക് തലകുനിക്കാം. ഈശോയുടെ ആശീർവാദം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആശീർവാദമായി വന്ന് നിറയണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹമായി വസിക്കണമേ. ഞങ്ങളുടെ ബന്ധങ്ങളെ അവിടുത്തെ പവിത്രമായ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന കരുതലുമായി ആശീർവദിക്കാൻ മനസ്സാകണമേ. ആമീൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.